This is Feedback with Lumira, explore topics with Malvika and welcoming you all back again. സാധാരണ ഞാൻ എല്ലാ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്ന സെയിം ഡയലോഗാണ് ഈ വീഡിയോന് മുമ്പേക്ക് പറയാനുള്ളത്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബേസിക്സ് പറഞ്ഞുകൊണ്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡിഫൻസ് ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക്കായിട്ട് അറിയേണ്ടത് എന്താ മിസൈൽ എന്നാണ്. സോ 2 തരത്തിലാണ് മിസൈൽസ് ഉള്ളത്. ഒന്നിന് നമ്മൾ ബാലിസ്റ്റിക് മിസൈൽ എന്ന്, രണ്ടാമത്തത് നമ്മൾ ക്രൂയിസ് മിസൈൽ എന്നും വിളിക്കും. സോ ഇവിടെ ഞാനൊരു പിക്ചർ ബാലിസ്റ്റിക് മിസൈലിൻ്റെയും ക്രൂയിസ് മിസൈലിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോള് ഞാനിങ്ങനെ എറിയാണെന്ന് വിചാരിക്കാം. ഒരു ബോള് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ഞാൻ ഇങ്ങനെ വലിച്ചാണ് എറിയുന്നത്. അപ്പോൾ ആ ബോൾ ഇങ്ങനെ മുകളോട്ട് പോയി പിന്നെ അതിന് താഴോട്ടേക്ക് വരും അല്ലേ. അതായത് ഒരു ബോൾ ഒരു പാരബോളിക് പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. പാരബോളിക് പാത്ത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഗ്രാവിറ്റി എത്തുന്ന സമയത്ത് തിരിച്ചതിങ്ങനെ താഴെ എർത്തിന്റെ സർഫസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ബാലിസ്റ്റിക് മിസൈല് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാലിസ്റ്റിക് മിസൈൽ ഒരു പാരബോളിക് പാത്ത് കവർ ചെയ്തിട്ടായിരിക്കും ടാർജറ്റിൽ വന്ന് വീഴുന്നത്. എപ്പോഴാണ് നമ്മളൊരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ടാർജറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ടാർജറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മളൊരു ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ടാർജറ്റ് അല്ലേ. അങ്ങനത്തെ ഫിക്സ്ഡ് ആയിട്ടുള്ള ടാർജറ്റ്സിനെയാണ് നമ്മൾ ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിക്കുന്നത്. ഇനി ബാലിസ്റ്റിക് മിസൈൽസിന് നമ്മുടെ അറ്റ്മോസ്ഫിയർ കടന്ന് അതായത് ഔട്ടർ അറ്റ്മോസ്ഫിയർ വരെ എത്തി തിരിച്ചു വരാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത്രയും റേഞ്ചിൽ പോകും. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ടാർജറ്റ് ഒരുപാട് ദൂരെയാണെങ്കിലും ആ ഒരുപാട് ദൂരെയുള്ള ടാർജറ്റിലേക്ക് നമുക്ക് ടാർജറ്റ് ചെയ്യണമെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചാൽ മതി. ഇനി ബാലിസ്റ്റിക് മിസൈൽസിന്റെ പേലോഡ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഭാരം എന്ന് പറയുന്നത് നല്ല ഭാരം കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതായത് ഹെവി പേലോഡ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന വോർഹെഡ് എന്താണ് വോർഹെഡ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഉപയോഗിക്കുന്ന വോർഹെഡ് ഒരു ന്യൂക്ലിയർ വോർഹെഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ തരം മിസൈലാണ് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത്. ക്രൂയിസ് മിസൈൽ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ ഒരു പാരബോളിക് പാത്താണ്, കുറച്ചുകൂടി ഇങ്ങനെ ഉയർന്നിട്ടായിരിക്കും താണ് വരുന്നതെന്ന് പറഞ്ഞു. അതേസമയം ക്രൂയിസ് മിസൈലാണ് കുറച്ചുകൂടെ താഴെ ലോവർ ഓൾട്ടിറ്റ്യൂഡ് കൂടിയാണ് പോകുന്നത്. അറ്റ്മോസ്ഫിയറിനുള്ളിൽ തന്നെയായിരിക്കും ഈ ക്രൂയിസ് മിസൈൽ സഞ്ചരിക്കുന്നത്. ക്രൂയിസ് മിസൈൽ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മൾ ടാർജറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് മൂവിങ് ആയിട്ടുള്ളൊരു സാധനത്തിന് നമുക്ക് ടാർജറ്റ് ചെയ്യണമെങ്കിൽ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മിസൈൽസ് ആണ് ക്രൂയിസ് മിസൈൽസ് എന്ന് പറയുന്നത്. ഇനി ക്രൂയിസ് മിസൈലിന് ബാലിസ്റ്റിക് മിസൈലിനെ വെച്ച് നോക്കുമ്പോൾ അതിന് കൊണ്ടുപോകാൻ പറ്റുന്ന പേലോഡ് അല്ലെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അതുപോലെ ഷോർട്ട് റേഞ്ചിലാണ് ഇതിന് പോകാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വോർഹെഡ് എന്ന് പറയുന്നത് കൺവെൻഷണൽ വോർഹെഡ് ആണ്. കൂടാതെ തന്നെ നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽസ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റോക്കറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നത്, റോക്കറ്റിൽ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നത് ഞാൻ സ്പേസ് ടെക്നോളജിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ നേരെ പോയ വീഡിയോ കാണുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം റോക്കറ്റ്സ് എങ്ങനെയാണോ ലോഞ്ച് ചെയ്യുന്നത്, അപ്പം ഇനീഷ്യൽ ഉണ്ടാകുന്ന ബൂസ്റ്റ് വെച്ചിട്ടായിരിക്കും അത് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് ബാലിസ്റ്റിക് മിസൈൽസും. അതേസമയം ക്രൂയിസ് മിസൈലാണെങ്കിൽ കുറച്ചുകൂടി സെൽഫ് പ്രൊപ്പല്ലൻ്റ് ആണ്. അതായത് അത് അതിൻ്റെ ടാർജറ്റ് എത്തുന്നത് വരെ അതിൻ്റെ ഫ്യൂവൽ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ക്രൂയിസ് മിസൈൽസിനുണ്ട്. സോ ഇപ്പം നമ്മൾ 2 തരം മിസൈൽസ് പഠിച്ചു. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ലോഞ്ചിങ് ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഒരു മിസൈൽ ലോഞ്ച് ചെയ്യാവുന്നതാണ്. സോ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് പല രീതിയിൽ മിസൈൽസ് ലോഞ്ച് ചെയ്യാം. ചിലത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആകാശത്തിൽ നിന്നും ആകാശത്തിലേക്ക്, അതായത് എയർ ടു എയർ ആണ് മിസൈൽ മൂവ്മെന്റ് നടക്കുന്നെങ്കിൽ, അത് ടാർജറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എയർ ടു എയർ മോഡ് എന്ന് പറയും. അതേസമയം എയറിൽ നിന്നും സർഫസിലേക്കാണ് നമ്മളൊരു മിസൈൽ ടാർജറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എയർ ടു സർഫസ് മിസൈൽ എന്ന് പറയും. ഇനി സർഫസ് ടു എയറിലേക്കും മിസൈൽ ഉണ്ട്, സർഫസ് ടു സർഫസ് മിസൈൽസ് ഉണ്ട്. അതുപോലെ തന്നെ അണ്ടർ വാട്ടറിന് എയറിലേക്ക് മിസൈൽസ് ഉണ്ട്, അണ്ടർ വാട്ടറിന് സർഫസിലേക്ക് മിസൈൽസ് വിടാം. അത് എയറിൽ നിന്നും അണ്ടർ വാട്ടറിലേക്കും സർഫസിൽ നിന്നും അണ്ടർ വാട്ടറിലേക്കും നമുക്ക് മിസൈൽസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിസൈൽസിനെ അതിൻ്റെ സ്പീഡിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബേസിൽ ഒരു മിസൈലിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് മാച്ച് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മിസൈൽ ആവാം, ജെറ്റ് ആവാം, എന്ത് വേണേ കേട്ടോ. ആ ഒരു ഒബ്ജക്റ്റ് സ്പീഡ് ഓഫ് സൗണ്ടിൽ എത്രയാണ് എന്നുള്ള റേഷ്യോ നോക്കുന്നതിനെയാണ് മാച്ച് നമ്പർ എന്ന് പറയുന്നത്. ഈ മാച്ച് നമ്പർ അനുസരിച്ച് നമുക്കൊരു 4 രീതിയിൽ
നമുക്ക് മിസൈൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ മാച്ച് നമ്പർ 5 മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഹൈപ്പസോണിക് എന്നാണ്. ഹൈപ്പസോണിക് മിസൈൽസിനോ ഹൈപ്പസോണിക് അതിൽ ജെറ്റ് എഞ്ചിനോ എന്ത് വേണമെങ്കിൽ പറയാം, ഹൈപ്പസോണിക് എന്നാണ് പറയുക. ഇനി അടുത്തത് നമ്മുടെ മാച്ച് നമ്പർ 1 മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് സൂപ്പർസോണിക് എന്നാണ്. ഇനി നമ്മുടെ മാച്ച് നമ്പർ വരുന്നത് 1 ആണെങ്കിൽ അതിനെ ട്രാൻസോണിക് എന്നും, മാച്ച് നമ്പർ വരുന്നത് 1 കുറവാണെങ്കിൽ അതിനെ സബ്സോണിക് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് മിസൈൽസിനെ നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് റേഞ്ചിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സാധാരണഗതിയിൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, ഇന്റർമീഡിയറ്റ് റേഞ്ച്, ലോങ് റേഞ്ചിലാണ് പറയാം. ഇപ്പം നമ്മൾ രണ്ട് മിസൈൽസിന് ഞാൻ കാര്യം പറയാം. ഒന്ന് ബലിസ്റ്റിക് മിസൈല് ഷോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് 1000 കിലോമീറ്റർ വരെയാണ്. മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് ഒരു 3000 കിലോമീറ്റർ വരെ വരും. ഇന്റർമീഡിയറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 5500 കിലോമീറ്റർ വരും. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 5500 മുകളിൽ കിലോമീറ്റേഴ്സിന് മുകളിലാണെങ്കിൽ അതിന് നമ്മൾ ലോങ് റേഞ്ച് എന്നും പറയും. ഇനി അതേപോലെ സർഫസ് ടു എയർ മിസൈലും എയർ ടു എയർ മിസൈൽസും ഷോർട്ട് റേഞ്ച് ഉണ്ട്, അത് 30 കിലോമീറ്റർ ആണ്. ഇനി മീഡിയം റേഞ്ചിലാണ് ഒരു 100 കിലോമീറ്റർ വരെ പോകാൻ വേണ്ടി പറ്റും. ഇന്റർമീഡിയറ്റ് റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു 500 കിലോമീറ്റർ വരെയൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് ലോങ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 250 മുതൽ 500 കഴിഞ്ഞൊക്കെ പോകുന്നതിന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ബാലിസ്റ്റിക് മിസൈൽ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു വോർ ഹെഡ് എന്താ ഞാൻ പറഞ്ഞുതരാം. ഒരു വോർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റുന്ന പോലെ തന്നെ ഇതിന് ഏറ്റവും ഫ്രണ്ടത്തെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോർഷനില്ല, ഇതിൻ്റെ അടുത്ത് കാണുന്ന ഒരു സാധനമാണ് ന്യൂക്ലിയർ വോർ ഹെഡ് എന്ന് പറയുന്നത്. ഈ വോർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബാലിസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ എന്നൊക്കെ പറയുന്ന ഒരു ആക്ച്വലി ഒരു വാഹനം പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ആ പോർഷനിലാണ് എക്സ്പ്ലോസീവ് വെച്ചിരിക്കുന്നത്. ഈ എക്സ്പ്ലോസീവ് വെച്ചിരിക്കുന്ന ചെറിയ പോർഷനാണ് വോർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കെമിക്കലാണ്, ഈ എക്സ്പ്ലോഷന് വേണ്ടി ഒരു കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. അതിനെ കൺവെൻഷണൽ വോർ ഹെഡ് എന്ന് പറയും. സാധാരണഗതിയിൽ TNT, RDX മുതലായിട്ടുള്ള കെമിക്കൽ എക്സ്പ്ലോസീവ് ആണ് നമ്മൾ ബ്ലാസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ടാവുക. TNT എന്ന് പറഞ്ഞാൽ ട്രൈ നൈട്രോ ടുളുവിനും, അതുപോലെ തന്നെ RDX എന്ന് വെച്ചാൽ ഹെക്സാ ഹൈഡ്രോ ട്രൈ നൈട്രോ ട്രയസിനുമാണ്. ഇനി ന്യൂക്ലിയർ വോർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ എന്ന് പറയുന്ന ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ന്യൂക്ലിയർ വോർ ഹെഡ് എന്ന് നമ്മൾ പറയും. ഈ ഫിഷനോ ഫ്യൂഷനോ കാരണം ഉണ്ടാകുന്ന ഇമ്മെൻസ് ഓഫ് എനർജിയാണ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്നതെങ്കിലാണ് അതിന് ന്യൂക്ലിയർ വോർ ഹെഡ് എന്ന് പറയുന്നത്. ഇനിയാണ് നെക്സ്റ്റ് ടോപ്പിക് ഇസ് ജെറ്റ് എഞ്ചിൻ. ജെറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ജെറ്റ് എഞ്ചിൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ജെറ്റ് എഞ്ചിൻ എന്തായാലും ജെറ്റ് എഞ്ചിൻ കാണാത്തവരാണ് ഐ എം ഗിവിങ് എ പിക്ചർ ഓഫ് എ ജെറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളതിൻ്റെ വർക്കിംഗ് പഠിക്കാം. ജെറ്റ് എഞ്ചിനിൽ ആക്ച്വലി സംഭവിക്കുന്നത്, ജെറ്റ് എഞ്ചിനിൽ ഒരു ഫാൻ ഉണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ ഒരു ഫാന് കാണാൻ വേണ്ടി പറ്റും. സോ ജെറ്റ് എഞ്ചിൻ മൂവ് ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ സൈഡിലും എയർ ഉണ്ടല്ലോ. അപ്പം ജെറ്റ് എഞ്ചിൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള എയർ ഒക്കെ ജെറ്റ് എഞ്ചിൻ സക്ക് ചെയ്തെടുക്കും ഫാന് വഴി. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയറിന്റെ പ്രഷർ ഈ ജെറ്റ് എഞ്ചിനിൽ ഒരു കംപ്രസർ ഉണ്ട്, ആ കംപ്രസർ റേസ് ചെയ്യും. എന്നിട്ട് ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആണ് ജെറ്റ് എഞ്ചിനിലെ ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയും നോസിൽ വഴി പുറത്തു വരികയും ആ ഗ്യാസ് തരുന്ന ഒരു ട്രസ്റ്റ് കാരണമാണ് ജെറ്റ് എഞ്ചിൻ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി 2 തരത്തിൽ നമുക്ക് ജെറ്റ് എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് നമ്മൾ സ്ക്രാം ജെറ്റ് എഞ്ചിൻ എന്നും രണ്ടാമത്തെ റാം ജെറ്റ് എഞ്ചിൻ എന്നും വിളിക്കും. സ്ക്രാം ജെറ്റ് എഞ്ചിനും റാം ജെറ്റ് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു റാം ജെറ്റ് എഞ്ചിനിലും സ്ക്രാം ജെറ്റ് എഞ്ചിനിലും നമ്മൾ എയർ ബ്രീത്തനിങ് എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ റാം ജെറ്റ് എഞ്ചിനിൽ നമ്മൾ ഫ്യൂവല് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇഗ്നൈറ്റ് ചെയ്യുന്നത്. ഇവിടെ ടർബൈൻ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇത് സബ്സോണിക് ലെവൽ എന്ന് പറഞ്ഞാൽ മാച്ച് നമ്പർ 1.0 താഴെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഇവിടെ ഫ്യൂവൽ എഫിഷ്യൻസി കുറവാണ്. ഇനി സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിന്റെ കമ്പഷൻ നടക്കുന്നത് സൂപ്പർസോണിക് ലെവലിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് നമ്പർ 1.0 കാട്ടും കൂടുതലാണെങ്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിൻ വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഫ്യൂവലാണ്. ഇനി സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ആഫ്റ്റർ USA, ചൈന ആൻഡ് റഷ്യ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO എന്ന് പറയുന്നത്. DRDOന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡിൽ ഏറ്റവും ഹയസ്റ്റ് ടെറസ്ട്രിയൽ ലാൻഡ്സ്കേപ്പിലുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ് DRDO. ഇതിരിക്കുന്നത് ലഡാക്കിലാണ്. വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ അല്ല ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിൽ ഇരിക്കുന്ന
ഒരു സെന്ററാണ്, ഡിഫൻസ് ആൻഡ് റിസർച്ച് സെന്ററാണ് DRDO എന്ന് പറയുന്നത്. DRDOന്റെ അണ്ടറിൽ കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. അതായത് കുറച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഡിഫൻസ് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്രോജക്ട്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്ന് പ്രോജക്റ്റ് ഇൻഡിഗോ, അതിനുശേഷം പ്രോജക്റ്റ് ഡെവിളും പ്രോജക്റ്റ് വാലിയന്റും പൃഥ്വിയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസൈലിനെ കുറിച്ചാണ്, വിച്ച് ഇസ് കോൾഡ് ആസ് അഗ്നി എന്ന് പറയുന്ന മിസൈൽ. അപ്പോൾ അഗ്നി മിസൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഷോർട്ട് മുതൽ ഇന്റർ കോണ്ടിനെന്റൽ റേഞ്ച് വരെ പോകുന്ന ബലിസ്റ്റിക് മിസൈൽസിന്റെ അണ്ടറിലാണ് അഗ്നി മിസൈൽസ് വരുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽസ് ഓൾറെഡി ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ USA, റഷ്യ, ചൈന, UK, ഫ്രാൻസ്, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്റർ കോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അതിൻ്റെ നമ്മുടേതാണ് അഗ്നി എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ. ഇനി അഗ്നി മിസൈൽസിന്റെ കാര്യം പറയുവാണെങ്കിൽ 4 മിസൈൽസ് ആദ്യമേ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അഗ്നി 5 എന്ന് പറഞ്ഞൊരു മിസൈൽ ഉണ്ട്. അപ്പം 4 മിസൈൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ അഗ്നി 1ന്റെ റേഞ്ച് എന്ന് പറയുന്നത് 800 കിലോമീറ്റർ വരെയാണ് അഗ്നി 1 ബാലിസ്റ്റിക് മിസൈലിന് പോകാൻ പറ്റുക. അതേസമയം അഗ്നി 2 ആണെങ്കിൽ 2000 കിലോമീറ്ററും, അഗ്നി 3ന് 3000 കിലോമീറ്ററും, അഗ്നി 4ന് 4000 കിലോമീറ്ററും ഉണ്ട്. ഇനി അഗ്നി 5ന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 5000 കിലോമീറ്റർ ആണ്. പേലോഡ് കപ്പാസിറ്റി വരുന്നത് 1360.78 കിലോഗ്രാം വരെ കൊണ്ടുപോകാം. ഹൈറ്റ് എന്ന് പറയുന്നത് 17 മീറ്റർ ആണ്. ആൻഡ് ബാലിസ്റ്റിക് മിസൈൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വോർഹെഡ് വരുന്നത് ഒരു ന്യൂക്ലിയർ വോർഹെഡ് ആണ് വിത്ത് 3 സ്റ്റേജസ്. ഇനി അഗ്നി 5 നമ്മുടെ അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നി 5ന്റെ. ആ ടെസ്റ്റിന്റെ മിഷന്റെ പേരായിരുന്നു മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത്. ഇതിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ടെക്നോളജി, ആ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യു ക്യാൻ ആസ്ക് വാട്ട് ഇസ് MIRV ടെക്നോളജി എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. MIRV ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 4-5 സ്ഥലങ്ങളിൽ നമുക്ക് മിസൈൽ ഇടണം. പക്ഷെ അത് നമ്മൾ 4 മിസൈൽ വിടുന്നതിന് പകരം നമ്മൾ ഒരു ഒറ്റ മിസൈലിൽ തന്നെ 4 സ്ഥലങ്ങളിൽ നമുക്ക് വോർഹെഡ് വിടാൻ പറ്റുന്ന രീതിയിൽ ഒരു മിസൈൽ ഇടുന്നു. അതായത് ഒരു മിസൈലിൽ തന്നെ 5-6 വോർഹെഡ് കൊണ്ടുപോവുക. ആദ്യം കാണുന്നതിൽ ഫസ്റ്റ് ഇടുക, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോയി രണ്ടാമത്തെ കാണുന്ന ടാർജറ്റിൽ രണ്ടാമത്തെ വോർഹെഡ് ഇടുക. അങ്ങനെ എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ ഒറ്റ മിസൈൽ വെച്ചൊരു 4-5 എക്സ്പ്ലോഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് MIRV ടെക്നോളജി എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയുടെ അഗ്നി പ്രൈം എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈൽ ഉണ്ട്. ഈ മിസൈലിന്റെ പ്രത്യേകത ഇപ്പൊ അടുത്തത് ടെസ്റ്റ് ചെയ്ത് വിജയിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്നും നമ്മൾ ലോഞ്ച് ചെയ്ത മിസൈലായിരുന്നു അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ടെസ്റ്റ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തത് പറയാനുള്ളത് പൃഥ്വി മിസൈൽസിനെ കുറിച്ചാണ്. സോ പൃഥ്വി മിസൈലിനെ കുറിച്ച് പറയുമ്പോൾ പൃഥ്വി മിസൈൽ ഇസ് ആക്ച്വലി ഒരു സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഇതിൽ ഒന്നെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആൻഡ് സോളിഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മിസൈൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മിസൈലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൺവെൻഷണൽ വോർഹെഡും ന്യൂക്ലിയർ വോർഹെഡും കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി 3 പൃഥ്വി മിസൈൽസ് ആണുള്ളത്. ഒന്നാമത്തത് പൃഥ്വി 1 SS-150. ഇതൊരു ആർമി വേർഷൻ ആണ്. ഇതിനെ പ്രഹർ മിസൈൽ അല്ലെ സ്ട്രൈക്ക് മിസൈൽ എന്ന് വിളിക്കും. രണ്ടാമത്തത് പൃഥ്വി 2 SS-350 വിച്ച് ഇസ് ആൻ എയർഫോഴ്സ് വേർഷൻ. ഇതിന്റെ പ്രത്യേകത 350 കിലോമീറ്റർ വരെ ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പൃഥ്വി 3 SS-750 ഇത് നേവൽ വേർഷൻ ആണ്, ഓൾസോ കോൾഡ് ആസ് ധനുഷ്. ഇതൊരു സർഫസ് ടു സർഫസ് അല്ലെ ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ഒരു സർഫസ് ടു സർഫസ് മിസൈൽ ഉണ്ട്, അതിന്റെ പേരാണ് പ്രാഗതി. അതിന്റെ എക്സ്പോർട്ട് വേർഷൻ ഉണ്ട്, അതിനെ നമ്മൾ പ്രഹർ എന്ന് വിളിക്കും. ഇനി അടുത്ത മിസൈലാണ് തൃശൂൽ. വെൻ വി സേ അബൌട്ട് തൃശൂർ എന്ന് പറയുന്നത് ഒരു സർഫസ് ടു എയർ മിസൈലാണ്. ഇത് ഷോർട്ട് റേഞ്ചിൽ പോകുന്ന സർഫസ് ടു എയർ മിസൈലാണ്. കറന്റ് ഇന്ത്യ ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്ത വരുന്ന മിസൈൽ എന്ന് പറയുന്നത് ആകാശ് എന്ന് പറയുന്ന ഒരു മിസൈലാണ്. സോ ആകാശ് മിസൈൽ ഒരു മീഡിയം റേഞ്ച് മിസൈലാണ്. ഇതൊരു സർഫസ് ടു എയർ മിസൈലാണ്. ഈ മിസൈലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു റഡാർ ഉണ്ട്, റഡാർ ടെക്നോളജി ഉണ്ട്. ഇതിന് രാജേന്ദ്ര എന്നാണ് പേരിട്ടേക്കുന്നത്. ഇതിനും മൾട്ടി ടാർജറ്റ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന്റെ മാച്ച് നമ്പർ വരുന്നത് 2.5 ആണ്, വിച്ച് സ്പീഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 25 കിലോമീറ്റർ വരെയുള്ള ടാർജറ്റ്സിനെ ടാർജറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇനി നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ നമ്മൾ ആകാശ് മിസൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു മിസൈലാണ് ആകാശ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു NG എന്ന് പറയുന്ന ഒരു മിസൈൽ. ഇനി അടുത്ത മിസൈലാണ് നാഗ് എന്ന് പറയുന്ന മിസൈൽ. സോ ഇതൊരു ആന്റി ടാങ്ക് മിസൈലാണ്. ആന്റി ടാങ്ക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടാങ്കിൽ നിന്ന് വിടുന്നു എന്നല്ല കേട്ടോ. ആന്റി ടാങ്ക് മിസൈൽ എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കേഴ്സ് ഇല്ലേ, ആ ടാങ്കേഴ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നാഗ് എന്ന് പറയുന്ന മിസൈൽ. ഈ മിസൈലിന്റെ ലാൻഡ് വേർഷനെ നമ്മൾ നാമിക എന്ന് വിളിക്കും. ഇനി അതേസമയം ഇതിന്റെ ഹെലികോപ്റ്റർ വേർഷനെ ഹെലിന എന്ന് വിളിക്കും. ഈ ഹെലിനയ്ക്ക് തന്നെ വേറൊരു വേരിയന്റ് ഉണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ധ്രുവാസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് കൂടെ ഉള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി വേറെ കുറച്ച് മിസൈൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത മിസൈൽ അസ്ത്ര എന്ന് പറയുന്ന മിസൈലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്വന്തമായി ഇൻഡിജിനസ്ലി ഉണ്ടാക്കിയ ഒരു മിസൈലാണ്. ഇത് എയർ ടു എയർ മിസൈലാണ് ഇന്ത്യയുടെ. ആൻഡ് ഇത് നമ്മുടെ വിഷ്വൽ റേഞ്ച്, നമുക്കൊരു വിഷ്വൽ റേഞ്ച് ഉണ്ടാവുമല്ലോ, ആ വിഷ്വൽ റേഞ്ചിന്റെ അപ്പുറത്തേക്ക് ഇതിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എയർ ടു എയർ ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മാച്ച് നമ്പർ വരുന്നത് 4.2 ആണ് ഇതിന്റെ സ്പീഡ് വരുന്നത്. ആൻഡ് റേഞ്ച് ഒരു 70 കിലോമീറ്റർ വരെയൊക്കെ ഇതിന് പോകാൻ വേണ്ടി പറ്റുന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി മിഷൻ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു മിഷനെ കുറിച്ചാണ് പറയുന്നത്. ദിസ് ഈസ് എൻ ആന്റി സാറ്റലൈറ്റ് മിസൈൽ ആണ് ഈ മിഷൻ ശക്തിയിലൂടെ ഉള്ളത്. അതായത് ഇവിടെ ആന്റി സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ആന്റി സാറ്റലൈറ്റ് മിഷൻ എന്ന് പറയുന്നത്. സോ DRDOയും ISROയും കൂടെയാണ് മിഷൻ ശക്തി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആന്റി സാറ്റലൈറ്റ് വെപ്പൺസ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇന്ത്യ വിൽ ബിക്കം ദ 4th കൺട്രി ക്രിയേറ്റിംഗ് ആൻഡ് ആന്റി സാറ്റലൈറ്റ് മിസൈൽ എന്ന് പറയുന്ന ആഫ്റ്റർ USA, റഷ്യ ആൻഡ് ചൈന. ഇനി അടുത്തത് രുദ്രം എന്ന് പറയുന്ന ഇൻഡിജീനിയസ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർ റേഡിയേഷൻ ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം എന്ന് പറയുന്നത്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് 200 കിലോമീറ്റേഴ്സും മാച്ച് പൊസിഷൻ എന്ന് പറയുന്നത് 0.6 to 2 മാച്ച് വരെയാണ് പോകുന്നത്. പിന്നെ ഉള്ളത് പിനാക്ക എന്ന് പറയുന്ന ഒരു ഇൻഡിജീനിയസ് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ആണ്. ഇതും ഇന്ത്യൻ ആർമി ആണ് ഈ ഒരു DRDOന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ മാച്ച് പറയുകയാണെങ്കിൽ 4.7 മാച്ചും റേഞ്ച് വരുന്നത് 75 കിലോമീറ്റർ വരെ മൂവ് ചെയ്യാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. എല്ലാവരും കേട്ടിട്ടുണ്ടാകും, കുറച്ചെങ്കിലും ന്യൂസൊക്കെ നോക്കുന്നവർ എന്തായാലും ഇത് കേട്ടിട്ടുണ്ടാകും ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച്. സോ ബ്രഹ്മോസ് മിസൈൽ DRDOന്റെയും റഷ്യയുടെയും ജോയിന്റ് വെഞ്ചറാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ. ബ്രഹ്മോസ് എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയും അതുപോലെ തന്നെ റഷ്യയുടെ മോസ്കോ എന്ന് പറഞ്ഞ നദിയുടെയും പേരിന്റെ പകുതി എടുത്തിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞ മിസൈൽ നമ്മൾ പേരിട്ടേക്കുന്നത്. ഇനി ബ്രഹ്മോസ് മിസൈലിന് 2 സ്റ്റേജസ് ആണുള്ളത്. ആൻഡ് ഇറ്റ് ഹാസ് എ റേഞ്ച് ഓഫ് 300 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി ആൻഡ് സ്പീഡ് വരുന്നത് 2.8 മാച്ചാണ്. ഇതിന്റെ പ്രത്യേകത, ഇതിന് ലാൻഡിലും എയറിലും സീയിലും നമുക്ക് ഈ മിസൈൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ബ്രഹ്മോസ് എന്ന് പറഞ്ഞ മിസൈൽ ഒരു ക്രൂയിസ് മിസൈലാണ്. ഇതൊരു ബാലിസ്റ്റിക് മിസൈൽ അല്ല, ക്രൂയിസ് മിസൈൽ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മുടെ സബ്സോണിക് ഒരു ക്രൂയിസ് മിസൈൽ ഇന്ത്യ ഇൻഡിജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നിർഭയ് എന്നാ പറയുന്നത്. ഈ മിസൈൽ ഡെവലപ്പ് ചെയ്തത് DRDO ആണ്. ഇതിന്റെ മാച്ച് വരുന്ന ഒരു 0.6 to 0.7 മാച്ച് ഒക്കെയാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, സബ്സോണിക്കിലാണ് ഈ ഒരു മിസൈൽ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ റേഞ്ച് വരുന്ന ഒരു 1000 കിലോമീറ്റേഴ്സ് വരെയൊക്കെ പോകാൻ വേണ്ടി പറ്റും. നമ്മുടെ US-ന്റെ അമേരിക്കൻ ടോമഹാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈൽ ഉണ്ട്. അതിന്റെ ഒരു ഇന്ത്യൻ വെർഷനാണ്, ദേശി വെർഷനാണ് നിർഭയ് എന്ന് പറയുന്ന മിസൈൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ആണ്. ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വരുന്നു, അതിനെ നമ്മൾ ഇവിടുന്ന് ഒരു മിസൈൽ വിട്ട് അടിച്ച് തകർക്കുന്നു. അതിനാണ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് THAAD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്കൈ പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെയാണ് സുദർശൻ ചക്ര എന്ന് പറയുന്നത്. ആൻഡ് S-400 ട്രയംഫ് എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സോ അതിൻ്റെ ഒരു ദേശീയ വേർഷനെയാണ് നമ്മൾ പ്രൊജക്ട് കുഷ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സബ്മറൈൻസിനെ കുറിച്ചാണ് നെക്സ്റ്റ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഒരു സബ്മറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാട്ടറിൽ ഫുള്ളായിട്ട് എമേഴ്സ് ചെയ്ത് നിൽക്കാനും അതേപോലെ വാട്ടറിന് മുകളിൽ വന്നിട്ട് മൂവ് ചെയ്യാനും പറ്റുന്ന ഒരു തരം ഒരു വെഹിക്കിളിനെയാണ് നമ്മൾ സബ്മറൈൻ എന്ന് പറയുന്നത്.
സോ സബ്മറൈൻസ് 2 തരത്തിലാണുള്ളത്. ഒന്നിനെ നമുക്ക് ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ എന്നും രണ്ടാമത്തതിനെ ഡീസൽ പവേർഡ് സബ്മറൈൻ എന്നും പറയും. നമുക്ക് എന്താ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ എന്ന് പറയും? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടർ ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉണ്ടാകുന്ന പ്രൊപ്പൽഷൻ വഴിയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സബ്മറൈൻ വർക്ക് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾസ് ആയിട്ടുള്ള കുറച്ച് സബ്മറൈൻസ് പറയാം ന്യൂക്ലിയർ പവേർഡിലുള്ളത്. അതാണ് INS ചക്ര. ഈ INS ചക്ര എന്ന് പറയുന്ന റഷ്യയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിരിക്കുന്ന സബ്മറൈൻസ് ആണ്. ഇതിൽ ചക്ര 1 ചക്ര 2 എന്ന് പറഞ്ഞിട്ട് 2 നമ്മുടെ കയ്യിലുണ്ട്. ഇനി INS അരിഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത്. ഇത് ഇന്ത്യ ഫസ്റ്റ് സ്വന്തമായി ഇൻഡിജന്യസ്ലി ബിൽഡ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ആണ്. ഇതിന് അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പ്രൊജക്ടിന്റെ അണ്ടറിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ആദ്യത്തെ ഞാൻ പറഞ്ഞു നമ്മുടേത് INS അരിഹണ്ട് ആണെന്ന് പറഞ്ഞു. അടുത്തതാണ് നമ്മൾ സെക്കൻഡ് ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള സബ്മറൈൻ ആണ് INS അരിഘട്ട് എന്ന് പറയുന്നത്. ഇത് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്നത് പ്രൊജക്ട് വർഷ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട്. സബ്മറൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസും അതോടൊപ്പം തന്നെ INS അരിതമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സബ്മറൈൻ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഇതാണ് എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ഡീസൽ പവേർഡ് സബ്മറൈൻസ് ആണ്. വെൻ വി ടോക്ക് അബൌട്ട് എ ഡീസൽ പവേർഡ് സബ്മറൈൻ, നേരത്തെ ന്യൂക്ലിയർ പവർ ആണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഡീസൽ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ഈ ഒരു സബ്മറൈൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡീസൽ എഞ്ചിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒന്ന് INS കാൽവാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ഇത് ഫസ്റ്റ് ഡീസൽ പവേർഡ് സബ്മറൈൻ ആണ്. പിന്നെ കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. ഒന്ന് ശിശുമാർ ക്ലാസ്, നമ്മൾ ജർമ്മനിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ സിന്ധുഘോഷ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. അത് റഷ്യയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച കുറച്ച് സബ്മറൈൻസ് ആണ്. ആൻഡ് സ്കോർപ്പിയൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് കാൽവാരി, കാന്തേരി, കരഞ്ച്, വേല, വാഗിർ ആൻഡ് വാക്സീവ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സബ്മറൈൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന നമ്മുടെ സബ്മറൈൻ വെഹിക്കിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഈ സബ്മറൈൻസിൽ നിന്നുള്ള മിസൈൽസ് ഏതൊക്കെയാന്ന് വെച്ചാൽ അപ്പം SLBM എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അതായത് സബ്മറൈനിൽ യൂസ് ചെയ്യുന്ന ബലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ SLBM എന്നും, ക്രൂയിസ് മിസൈലാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ SLCM എന്നും പറയും. പറഞ്ഞിരിക്കുന്ന നമ്മുടെ മിസൈലിന്റെ പേരുകളാണ് ഞാൻ വേണ്ടി പറയാൻ പോകുന്നത് ഈ സബ്മറൈൻസിന് ലോഞ്ച് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബലിസ്റ്റിക് മിസൈൽസ് പറയുമ്പോൾ പറയാൻ പറ്റുന്നതാണ് K-15 സാഗരിക, K4ഉം K5 K6ഉം. K5 എന്ന് പറയുന്ന ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. K6 നമ്മൾ കുറച്ചുകൂടെ വിഷണറി ആയിട്ട് പ്രപ്പോസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ക്രൂയിസ് മിസൈൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ബ്രഹ്മോസ് S എന്ന് പറഞ്ഞിട്ട് ഒരു സബ്മറൈൻ വേരിയന്റ് ഉണ്ട്. അതുപോലെ തന്നെ നിർഭയ് S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്മറൈൻ വേരിയൻസ് ആണ് ഉള്ളത്. ഇനി ഇന്ത്യ അതേപോലെ തന്നെ ശൗര്യ മിസൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈൽ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തിട്ടുണ്ട് K-50 സാഗരികയുടെ അണ്ടറിൽ. ഇനി ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ന്യൂക്ലിയർ ട്രയഡ് പവർ ആണ്. അതായത് നമുക്ക് ലാൻഡിൽ നിന്നും സീയിൽ നിന്നും വാട്ടറിൽ നമുക്ക് വെപ്പൺസ് ലോഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എന്താണ് ഒരു ടോർപെഡോ എന്നാണ്. ടോർപെഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഈ അണ്ടർ വാട്ടറിൽ നിന്നും നമ്മളൊരു മിസൈൽ വിടുകയാണ്. അതായത് അണ്ടർ വാട്ടറിലാണ് മിസൈൽ വിടുന്നതെങ്കിൽ അതിനെയാണ് ടോർപെഡോ എന്ന് പറയുന്നത്. സോ ടോർപെഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോംബ് പോലെയാണ്. ഇറ്റ് ഇസ് ഫൈഡ് അണ്ടർ വാട്ടർ. എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഷേന ആൻഡ് വരുണാസ്ത്ര എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്. ഈ ഷേന നമ്മൾ ആദ്യമായി ഇൻഡിജീനിയസ്ലി സ്വന്തമായി ഉണ്ടാക്കിയ ലൈറ്റ് വെയിറ്റ് ആന്റി സബ്മറൈൻ ടോർപെഡോ ആണ്. ഇനി വരുണാസ്ത്രയും ഇതുപോലെ തന്നെ ആന്റി സബ്മറൈൻ ഹെവി വെയിറ്റഡ് ടോർപെഡോ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത് ഉണ്ടാക്കിയിരിക്കുന്നത് നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറി ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് തക്ഷക് എന്ന് പറയുന്നത്. ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ അണ്ടർ വാട്ടർ വെപ്പൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ആദ്യമായിട്ട് ടോർപെഡോസ് ലോഞ്ച് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു സബ്മറൈൻ ഒരു ഷിപ്പ് ഉണ്ട്. അതിനെ നമ്മൾ INS അസ്ത്രവാഹിനി എന്ന് വിളിക്കുന്നത്. ഇത് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ടോർപെഡോ ലോഞ്ച് ആൻഡ് റിക്കവറി വെസൽ ആണ്. ഇതിനെ ലേറ്റർ INS അസ്ത്രധാരിണി വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ സബ്മറൈൻസിനെ കുറിച്ച് അത്യാവശ്യം എല്ലാം പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എയർക്രാഫ്റ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ എയർക്രാഫ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ മിലിറ്ററി എയർക്രാഫ്റ്റ്സിനെ അതായത് എയർ ടു സർഫസിലേക്കൊക്കെ വിടാൻ വേണ്ടി പറ്റുന്ന കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് റാഫേൽ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ്. അതുപോലെ തന്നെ മിറാജ് 2000 എന്ന് പറഞ്ഞിട്ട് ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്.
അടുത്തത് സുക്കോയ് Su-30 Mk1, ഇത് റഷ്യ ഇന്ത്യയുടേതാണ്. അതുപോലെ തേജസ് LCA Mk1, ഇത് ഇന്ത്യ ഇൻഡിജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ മിഗ് 21, 23 and 29 മിഗ് സീരീസ് ആണ്, ഇത് റഷ്യയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഇനി ജാഗ്വർ താരിൻ 3 എന്ന് പറയുന്നത് യുകെന്റെ അടുത്ത് പർച്ചേസ് ചെയ്തേക്കുന്ന എയർക്രാഫ്റ്റ്സ് ആണ്. ഇനി നമ്മൾ എയർക്രാഫ്റ്റ്സ് പറയുമ്പോൾ ഇനി പറയാൻ പോകുന്ന നമ്മൾ ഇൻഡിജീനിയസ്ലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന തേജസ് എന്ന് പറയുന്ന ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിനെ കുറിച്ച് എന്തായാലും സംസാരിക്കണം. സോ ഈ ഒരു എയർക്രാഫ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മാച്ച് 1.6 ആണ്. അതായത് ഒരു സൂപ്പർസോണിക് ലെവലാണ് ഇതിനുള്ളത്. ഇവിടെ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് GE F404 IN-20 ടർബോ ഫാനാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി ഇതിന്റെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഉണ്ടാക്കിയ രണ്ടാമത്തെ ഫൈറ്റർ ജെറ്റ് ആണ് ഇത്. ഒന്നാമത്തെ ഫൈറ്റർ ജെറ്റിന്റെ പേര് മാരുത് എന്ന് പറയുന്ന ആണ് ഫസ്റ്റ് ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മാക്സിമം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 13,500 കിലോഗ്രാം വരെ ഒക്കെ കൊണ്ടുപോകാം. പേലോഡ് കപ്പാസിറ്റി ഒരു 4,000 കിലോഗ്രാം വരെ ഉണ്ട്. ഇനി ഇതിന്റെ റേഞ്ച് വരെയാണ് ഒരു 3,000 കിലോമീറ്റർ വരെ ഇതിന്റെ റേഞ്ച്, അല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റിന്റെ റേഞ്ച് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇന്ത്യക്ക് US ഒരു F-35 എന്ന് പറയുന്ന ഒരു ഫൈറ്റർ ജെറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സീൽത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മൾ എയർക്രാഫ്റ്റ്സിനൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓവലിഷ് ഷേപ്പ് ആയിരിക്കും. സോ സീൽസ് ടെക്നോളജിയിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സോഫിസ്റ്റിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് മെത്തേഡാണ്. ഇത് ഒബ്ജക്റ്റ് റഡാറിന്റെ മുമ്പിൽ അത്ര വിസിബിൾ അല്ലാത്ത രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ റഡാർ വെച്ചിട്ട് നമ്മുടെ എയർക്രാഫ്റ്റിനെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡിഫൻസ് കുറച്ച് സേഫർ ആയിരിക്കും. ഇതിനാണ് സീൽസ് ടെക്നോളജി എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാൽ കാര്യങ്ങളും ഈ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാകും. സോ സമയമുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തത് നോക്കുക. ഇനി അടുത്തത് ഞാൻ പറയുന്നത് 5th ജനറേഷൻ എയർക്രാഫ്റ്റ്സ് ആണ് സീൽസ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാണ് F-22 റാഫ്റ്റർ USAയുടെ, പിന്നെ Su-57 എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ ആദ്യത്തെ സീൽത്ത് ഫൈറ്ററും ഉണ്ട്. ഇനി അടുത്തത് ഡ്രോൺസിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. വെൻ വി സേ അബൌട്ട് ഡ്രോൺ എന്ന് പറയുന്നതിന് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറയും, അല്ലെങ്കിൽ അൺമാൻഡ് എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയാം. ഇനി ഇന്ത്യ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഡ്രോൺസ് എന്ന് പറയുന്നത് ക്വാഡ് കോപ്റ്റേഴ്സ് ഉണ്ടാവും, അതേപോലെ ഹെക്സാകോപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും സിവിൽ ആൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസസിനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാഡും ഹെക്സാകോപ്റ്റർ യൂസ് ചെയ്യുന്നത്. അതേസമയം ഹെറോൺ ഡ്രോൺസ് കുറച്ചുകൂടെ മിലിറ്ററി സർവൈലൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹെറോണ് ക്വാഡ് ഹെക്സാകോപ്റ്ററിന്റെ ഒക്കെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഉള്ളൊരു ഡ്രോണാണ് റോട്ടറി വിങ് ഡ്രോൺസ്. ഇതിന് എക്സാമ്പിൾ ആണ് നേത്ര, ഭാരത് ആൻഡ് കിസാൻ ഡ്രോൺസ്. പിന്നെ ഫിക്സ്ഡ് വിങ് ഡ്രോൺസ് ഉണ്ട്. ഇതിന് എക്സാമ്പിൾ ആണ് നിഷാന്ത് UAV, റസ്റ്റം, താപസ് BH-201 ആൻഡ് ലക്ഷ്യ. പിന്നെ ഹൈബ്രിഡ് ഡ്രോൺസ് ആണ് രുദ്രാസ്ത്ര, ഗരുഡ ആൻഡ് ഐഡിയ ഫോർജ് സ്വിച്ച് മിനി എന്ന് പറഞ്ഞ സ്വിറ്റ്സർലാൻഡിന്റെ ഒരു ഒന്നുണ്ട്. ഇനി രുദ്രാസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത ഒരു മൾട്ടി റോൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ്. അതുപോലെ തന്നെ ഭാർഗവാസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു ആന്റി ഡ്രോൺ സിസ്റ്റം ഉണ്ട്. അതായത് നമ്മളൊരു ഡ്രോണിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെയാണ് ആന്റി ഡ്രോൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനൊരു 10 കിലോമീറ്ററിനടുത്ത് വരെ ജാമർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ നമോ ഭാരത് നമോ ഡ്രോൺ ദീദി സ്കീം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്കീമുണ്ട്. ഈ സ്കീമിലൂടെ നമുക്ക് ഡ്രോൺ ടെക്നോളജി യൂസ് ചെയ്ത് എങ്ങനെ അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആക്കാം അതിന് വുമൻസിനെ ഇത് ടീച്ച് ചെയ്യുന്ന ഒരു സ്കീമാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്കീം. ഇനി ഞാനിപ്പം ഡ്രോൺസിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത പറയാൻ പോകുന്നത് എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ കുറിച്ചാണ്. എയർക്രാഫ്റ്റ് കാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ലാർജ് വാർഷിപ്പിനെയാണ് നമ്മൾ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത്. സോ ഇതിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഒന്നാണ് INS വിക്രാന്ത്, ഓൾസോ നോൺ ആസ് R-11. ഇത് ബ്രിട്ടീഷ് ബിൽഡാണ്. HMS ഹെർക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ നിന്നാണ് INS വിക്രാന്ത് വന്നത്. ഇത് 1961 ഇന്ത്യ അക്വയർ ചെയ്യുന്നത്. ഇനി INS വിരാട്ട് ഉണ്ട്. INS വിരാട്ട് ബ്രിട്ടീഷ് ബിൽഡാണ്. HMS ഹെർമസിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്. ഇത് അക്വയർ ചെയ്തിരിക്കുന്നത് 1987 ഇന്ത്യ ഇത് അക്വയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് INS വിക്രമാദിത്യ, ഓൾസോ നോൺ ആസ് R-33. ഇത് ഇന്ത്യയുടെ ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ ആണ്. ആൻഡ് ഇതിന്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 25,000 കിലോമീറ്റേഴ്സ് അറ്റ് 33 കിലോമീറ്റേഴ്സ് പെർ അവർ ആണ്. ഇനി INS വിരാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്. ഇത് R-44 എന്ന് പറയും.
ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കിയ എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രാന്ത് എന്ന് പറയുന്നത്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ആൻഡ് ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 52 km/h, റേഞ്ച് എന്ന് പറയുന്നത് 50,000 കിലോമീറ്റേഴ്സും ആണ്. എന്താണ് ഫ്രിഗറ്റ്സ്, കോർവെറ്റ്സ്, ഡിസ്ട്രോയേഴ്സ്, ക്രൂയിസേഴ്സ് എന്നാണ്. ഇതിന്റെ ബേസിക് ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡിഫറൻസ് ആക്ച്വലി ആർക്കും അറിയില്ല. ഇത് തമ്മിൽ എന്താണ് ഇതിൽ ശരിക്കും ഡിഫറൻസ് എന്ന് എനിക്കും അറിയില്ല, എന്താ ഡിഫറൻസ് എന്നുള്ളത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. പക്ഷെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫ്രിഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജർ കോർവെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും കോർവെറ്റ് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ലൈറ്റ് ആംസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്മോൾ വാർഷിപ്പിനെയാണ് കോർവെറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന പെട്രോളിങ്ങിലും ലാർജർ ഷിപ്സിന് എസ്കോർട്ട് പോകാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ ചെറിയ വേർഷനെയാണ് ഫ്രിഗറ്റ്സ് എന്ന് പറയുന്നത്. ഡിഫെൻസീവ് കേപ്പബിലിറ്റീസ്, ഒഫെൻസീവ് കേപ്പബിലിറ്റീസ് ഫ്രിഗറ്റ്സിനുണ്ട്. ഇനി ഫ്രിഗറ്റ്സിനും കോർവെറ്റ്സിനും ഉള്ള കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. INS ശിവാലിക്, INS സത്പുര, INS സഹ്യാദ്രി, INS നീൽഗിരി, INS ഉദയഗിരി, INS തുഹസിൽ എന്നൊക്കെ പറയുന്ന ഫ്രിഗറ്റ്സ് ആണ്. അതേസമയം കോർവെറ്റ്സ് ആയിട്ട് വരുന്ന INS കോര, INS കാർമുക്, INS കാമോർത്ത ആൻഡ് INS കിൽറ്റെയിൻ എന്നൊക്കെ പറയുന്നത് കോർവെറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തതാണ് ഡിസ്ട്രോയർ. ഡിസ്ട്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് എൻഡ്യൂറൻസ് ഉള്ള ഇതുപോലെ തന്നെയുള്ള ഒരു ഷിപ്പാണ് ഡിസ്ട്രോയർ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രോയറിന് എക്സാമ്പിൾ ആണ് INS മുംബൈ, INS കൊൽക്കത്ത, INS കൊച്ചി, INS വിശാഖപട്ടണം, INS ഇംഫാൽ ആൻഡ് INS സൂററ്റ് എന്ന് പറയുന്നത്. ഇനി ക്രൂയിസർ ഉണ്ട്. ക്രൂയിസർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രിഗറ്റ്, കോർവെറ്റ്, ഡിസ്ട്രോയർ, ക്രൂയിസർ വെക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് ക്രൂയിസർ ആണ്. പക്ഷെ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ക്രൂയിസർ ഇല്ല. ഇപ്പോഴും ഈവൻ നമ്മളിപ്പോഴും ഡിസ്ട്രോയറിനെയാണ് നമ്മൾ കൂടുതലായിട്ടും റിലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. സോ റീസെന്റ് നമ്മൾ INS ടാമിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രിഗറ്റ്, മിസൈൽ ഫ്രിഗറ്റ് നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു റീസെന്റ് ന്യൂസ് ആയിട്ട്, അതൊരു ജൂലൈ 2025 നടന്നത്. അത് റീസെന്റ് കാര്യമായിട്ട് നമുക്ക് കാണാം. സോ ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ ഹെലികോപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഡിഫൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഹെലികോപ്റ്റർ ആണ്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെലികോപ്റ്റേഴ്സ് ആൻഡ് എയർ പെട്രോളിങ്ങിന് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിന്റെ കാര്യം പറയാം. സോ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് G-17 ഗ്ലോബാസ്റ്റർ 3, C-13J സൂപ്പർ ഹെർക്കുലിസ് ആൻഡ് L-176 ഗജ്രാജ് ആൻഡ് ആന്റണോവ് AN-32 എന്നൊക്കെ പറയുന്നത്. അതേസമയം മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ്സ് ആണ് P-81 പോയ്സഡൻ, IL-38 സീ ഡ്രാഗൺ ആൻഡ് ഡ്രോണിയർ 228 എന്ന് പറയുന്നത്. ഇനി ഹെലികോപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെലികോപ്റ്റേഴ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് അറ്റാക്ക് ഹെലികോപ്റ്റർ ആണ് പ്രചണ്ഡ് രുദ്ര, Mi-35 ആൻഡ് അപ്പാച്ചെ. പിന്നെ യൂട്ടിലിറ്റി ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ ആണ് ധ്രുവ്, ചേതക്, ചിനൂക്ക് ആൻഡ് Mi-17. നെക്സ്റ്റ് മാരിടൈം പെട്രോൾ ആൻഡ് സർവൈലൻസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചീറ്റ, MH-60R, K-31 ആൻഡ് സീ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയൊക്കെ ഡിഫൻസ് ടെക്നോളജിയെ കുറിച്ച് പറയാനുള്ളൂ. ഷടപട ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് അറിയാം, എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 10-25 ആൾക്കാർ കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ ആ ഒരു ടോപ്പിക് പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്യാം ഇൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം അണ്ടിൽ ദെൻ ദിസ് ഇസ് ബൈ ഫ്രം മാളവിക. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. സോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ടെക്നോളജിയെ കുറിച്ചാണ്. സോ അതുവരെ see you all guys, bye, thank you, love you so much. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ്.